വെൽക്കം ടു ലീനിയർ ഇന്ത്യ. സിവിൽ എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽസ് ആണ്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സാന്ദ്രത അല്ലെ, ഒരു വസ്തുവിന്റെ ഒരു മെറ്റീരിയലിന്റെ സാന്ദ്രതയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെ, ഒരു മെറ്റീരിയലിന്റെ മാസ് ബൈ വോളിയം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റി കിട്ടും. ഇപ്പൊ എല്ലാവരുടെയും സംശയമാണ്, എന്തിനാണ് ഇപ്പോൾ ഡെൻസിറ്റി നമ്മൾ എന്തിനാണ് എടുക്കുന്നത് അല്ലെ, എന്തിനും ഈ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ്സിൽ എന്തിനാണ് ഡെൻസിറ്റിയെ പറ്റി എടുക്കുന്നത് എന്നൊരു ഡൗട്ട് എല്ലാവർക്കും വരാം. നമ്മൾ ഏതൊരു മെറ്റീരിയലിന്റെയും ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. അതിന്റെ മെയിൻ യൂസസ് ഓഫ് ഡെൻസിറ്റി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതായത് സിവിൽ എഞ്ചിനീയറിംഗിലെ ഡെൻസിറ്റിയുടെ യൂസസ് ആണ്. ഫസ്റ്റ് വൺ, മെറ്റീരിയൽ സെലക്ഷൻ. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അല്ലെ. ആ മെറ്റീരിയൽ യൂസസ് ഓഫ് ഡെൻസിറ്റി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതായത് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലെ ഡെൻസിറ്റി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ യൂസസ് ആണ് എന്നുള്ളത്. ഫസ്റ്റ് വൺ, മെറ്റീരിയൽ സെലക്ഷൻ. അതായത് നമുക്കറിയാം നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് വേണം അല്ലെ. അപ്പൊ ആ മെറ്റീരിയൽസിന്റെ സ്ട്രെങ്തും വെയിറ്റും എല്ലാം നമുക്ക് നോക്കിയിട്ട് വേണം ഏത് നല്ല മെറ്റീരിയൽ ആണോ അതോ കൊള്ളാത്ത ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ആ മെറ്റീരിയലിന്റെ ഡെൻസിറ്റി ആവശ്യമുണ്ട്. അപ്പം മെറ്റീരിയൽ സെലക്ഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡെൻസിറ്റി നമുക്ക് ആവശ്യമാണ്. അടുത്ത നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോഡ് കാൽക്കുലേഷൻ അല്ലെ. എന്താണ് ലോഡ് കാൽക്കുലേഷൻ? നമ്മൾ എന്താണ്, നമ്മുടെ ഒരു ബിൽഡിംഗ് ഒരു സ്ട്രക്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ എന്തുമാത്രം ലോഡ് അപ്ലൈ ആവുന്നുണ്ട് അല്ലെ, ആ ലോഡിന്റെ കാൽക്കുലേഷൻ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു സ്ട്രക്ചർ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ആ ലോഡ് കാൽക്കുലേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ആവും? ഡെൻസിറ്റി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ലോഡ് കാൽക്കുലേഷൻ എന്ന പ്രൊസീജിയറിലോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്, ലോഡ് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ഡെൻസിറ്റി നമുക്ക് ആവശ്യമുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മിക്സ് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ്. അതായത് എന്താണ്? കോൺക്രീറ്റിന്റെ ഡിസൈൻ, മിക്സ് ഡിസൈൻ. അതായത് നമുക്കറിയാം ഒരു കോൺക്രീറ്റ് നമുക്കറിയാം ഇത്ര M20 റേഷ്യോ M25 റേഷ്യോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് നമുക്കൊരു മിക്സ് ഡിസൈൻ വേണം അല്ലെ. അപ്പൊ ആ മിക്സ് ഡിസൈനിന് വേണ്ടി നമുക്ക് എന്ത് വേണം? ഡെൻസിറ്റി നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അടുത്ത എന്താണ്? എസ്റ്റിമേഷൻ ആൻഡ് ക്വാണ്ടിറ്റി സർവേയിങ്. അതായത് എന്താണ്? നമുക്കറിയാം എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേയിങ്. ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വസ്തുവിന്റെ ക്വാണ്ടിറ്റി എടുക്കുക. എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ റേറ്റിന്റെ കാൽക്കുലേഷൻ അല്ലെ. ഈ റേറ്റ് ആയാലും എന്തായാലും നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? അതിന്റെ മെറ്റീരിയൽ കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാത്തിന്റെ ഒരു സാധനത്തിന്റെ വോളിയം അറിയണം അല്ലെ. അപ്പൊ ആ വോളിയം കണ്ടുപിടിക്കാനായാലും അതിന്റെ എന്തുമാത്രം മെറ്റീരിയൽസ് വേണം എന്നറിയാനും നമുക്ക് എന്ത് വേണം? ഡെൻസിറ്റിയുടെ ആവശ്യമുണ്ട്. അപ്പം എസ്റ്റിമേഷൻ ആൻഡ് ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ ചെയ്യണമെങ്കിലും നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? ഡെൻസിറ്റിയുടെ ആവശ്യം നമുക്കുണ്ട്. അടുത്തതുണ്ട് സ്റ്റെബിലിറ്റി ആൻഡ് സേഫ്റ്റി അല്ലെ. ഒരു സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റി എത്ര വേണം, അല്ലെ സേഫ്റ്റിയുടെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയണമെങ്കിലും അതിന്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം? ഡെൻസിറ്റിയുടെ ആവശ്യമുണ്ട്. അപ്പം ഏതൊരു വസ്തുവിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത നമുക്ക് എന്താണ്? ഇത്രയും പ്രൊസീജിയേഴ്സ്, സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഇത്രയും പ്രൊസീജിയേഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് എന്ത് വേണം? ഡെൻസിറ്റി വേണം. ഓക്കെ, അടുത്ത എന്താ? ഡെൻസിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. അതായത് എന്താണ്? നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അല്ലെ നമ്മുടെ സൈറ്റുകൾ, നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ഡെൻസിറ്റി, ഇത് ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം? ഏകദേശം നമുക്ക് ബൈ ഹാർട്ട് ആയിട്ട് വെച്ചിരിക്കണം. ഫസ്റ്റ് വൺ, സിമെന്റ്. സിമെന്റിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1440 കിലോഗ്രാം പെർ m³ ആണ് സിമെന്റിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സ്റ്റീൽ എന്ന് പറയുമ്പോൾ 7850 കിലോഗ്രാം പെർ m³, സാൻഡ് 1650 കിലോഗ്രാം പെർ m³, അഗ്രിഗേറ്റ് 1800 കിലോഗ്രാം പെർ m³. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ആണ് ഉദ്ദേശിച്ചത്. 20 mm മെറ്റൽ, 40 mm മെറ്റൽ. അതിന് നമ്മൾ എഞ്ചിനീയറിംഗ് വേർഡ് ആണ് നമുക്ക് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. RCC എന്ന റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ്, അതിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 2500 കിലോഗ്രാം പെർ m³. PCC പ്ലെയിൻ സിമന്റ് കോൺക്രീറ്റ് 2400 കിലോഗ്രാം പെർ m³. ബ്രിക്സിന്റെ 1900 കിലോഗ്രാം പെർ m³. ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷന് വേണ്ടി ലീനിയർ ഇന്ത്യ ഫോളോ ചെയ്യുക. താങ്ക് യു.